ഗുരുവും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിന്റെ മുഖ്യ അഡ്മിൻ ഉദയൻജി അവർകൾ, അധ്യക്ഷൻ പ്രതീഷ്ജി അവർകൾ, കോഓർഡിനേറ്റർ റജിജി അവർകൾ, മറ്റ് ടീം അംഗങ്ങളെ, എന്റെ ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളെ, എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. വളരെ നാളുകൾക്കു ശേഷം എനിക്ക് ഈ ക്ഷേത്രനടയിൽ വീണ്ടും ഒരു പ്രഭാഷണം നടത്താൻ അവസരം ലഭിച്ചിരിക്കുന്നതിന് ഭഗവാനോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ക്ഷേത്രമുറ്റത്ത് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് ഉദയൻജിയാണ്. ഈ ക്ഷേത്രവും ഈ ക്ഷേത്രമുറ്റവുമായിരുന്നു എൻ്റെ ലോകം. എൻ്റെ കൊച്ചു കൊച്ചറിവുകൾ ഞാൻ ഈ ക്ഷേത്രമുറ്റത്ത് പങ്കുവച്ചപ്പോൾ എന്നേക്കാൾ മുതിർന്ന ഭക്തരിൽ നിന്നും എനിക്ക് ഗുരുവിനെ അറിയാനും പഠിക്കാനും ഒരുപാട് കഴിഞ്ഞു. അതുപോലെ ഈ ക്ഷേത്രനടയിൽ വെച്ച് എനിക്ക് ഒരുപാട് അമ്മമാരെയും അമ്മാവന്മാരെയും ലഭിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇവിടേക്ക് വരാൻ കഴിയാതെയായി. ഭഗവാന്റെ അനുഗ്രഹത്താൽ വീണ്ടും എനിക്ക് ഈ ക്ഷേത്രനടയിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ പ്രഭാഷണ വിഷയം ശിവഗിരി തീർത്ഥാടനമാണ്. ഈ ഡിസംബർ മാസം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ്. ഭൂമിയിലെ സ്വർഗമായ ശിവഗിരി തീർത്ഥാടന കാലമാണ്. ശിവഗിരി തീർത്ഥാടനം എന്നാൽ അറിവിന്റെ തീർത്ഥാടനമാണ്. നാം ശരീരമല്ല അറിവാകുന്നു എന്ന് നമ്മൾക്ക് അരുളി തന്ന ഭഗവാൻ മനുഷ്യരിലെ അഹന്തയെ ഇല്ലായ്മ ചെയ്ത് അറിവിന്റെ വെളിച്ചം പകർന്നു തരാൻ ആണ് ശിവഗിരി തീർത്ഥാടനം. എല്ലാ തീർത്ഥാടനത്തെ പോലെ അല്ല ശിവഗിരി തീർത്ഥാടനം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. അതായത് ഭഗവാൻ തൃപ്പാദങ്ങൾ തന്നെ അനുമതി നൽകിയ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. 8 ലക്ഷ്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തിന്, അറിവിന്റെ തീർത്ഥാടനത്തിന് ഉള്ളത്. ഇപ്പോൾ നടക്കുന്നത് 93ാമത് ശിവഗിരി തീർത്ഥാടനമാണ്. നാഗമ്പടത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിൻ ചുവട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത്. കൂടാതെ ഇതിനുള്ള സമയം എന്നത് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന് ആയിക്കൊള്ളട്ടെ എന്ന്, അതായത് ജനുവരി 1 കൂടാതെ 10 ദിവസത്തെ വ്രതവും വേണമെന്നും ഗുരു അരുളി ചെയ്തു. കൂടാതെ പഞ്ചശുദ്ധി പാലിക്കണമെന്നും അരുളി ചെയ്തു. എന്താണ് ഈ പഞ്ചശുദ്ധി? ശരീരശുദ്ധി, വാക്ശുദ്ധി, വനശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി എന്നിവയാണ് അവ. തീർത്ഥാടനത്തിന് വരുമ്പോൾ ആർഭാടരഹിതമായ അണുവിമുക്തമായ വസ്ത്രം ആയിരിക്കണം ധരിക്കേണ്ടത്. അതായത് വെള്ള വസ്ത്രം മഞ്ഞളിൽ മുക്കി ഉണക്കിയ മഞ്ഞ വസ്ത്രം ധരിക്കണം എന്നും ഗുരു അരുളി ചെയ്തു. ശിവഗിരി തീർത്ഥാടനം വെറുമൊരു തീർത്ഥാടനം മാത്രമല്ല, 8 ലക്ഷ്യങ്ങൾ അടങ്ങുന്ന ഒരു പരമ പവിത്രമായ തീർത്ഥാടനമാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയാണ്. ഭഗവാൻ ആദ്യം പ്രാധാന്യം നൽകിയത് വിദ്യാഭ്യാസത്തിനായിരുന്നു. അത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മം മനുഷ്യജന്മമാണ്. അതിനാൽ ജാതിയോ മതമോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ വേണ്ടിയാണ് ഭഗവാൻ വിദ്യാഭ്യാസത്തിന് നമ്മൾക്ക് ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു നൽകിയത്. പിന്നീട് ശുചിത്വം. വർഷങ്ങൾക്ക് മുൻപ് പൊതുകിണറുകളോ കുളങ്ങളോ പുഴകളോ ഒന്നും തന്നെ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ശുചിത്വം ഉണ്ടാകാനാണ്? അത് പാടില്ല. ശുചിത്വം അത്യാവശ്യമാണ്. പഞ്ചശുദ്ധിയിൽ ആദ്യം നമ്മൾക്ക് അരുളി തന്നത് പോലും ശരീരശുദ്ധിയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് വല്ലഭീശ്വരി ഗോവിന്ദൻ വൈദ്യരോടും കിട്ടൻ റൈറ്ററോടും ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തുമ്പോൾ കുഴൽ വെള്ളത്തിൽ കുളിക്കാം,
ശാരദാംബയെ തൊഴാം. അങ്ങനെ ഭഗവാൻ ശുചിത്വവും ഈ തീർത്ഥാടന ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തി. ഈശ്വരാരാധന. ഭഗവാൻ ധാരാളം കൃതികൾ നമ്മൾക്ക് രചിച്ചു തന്നിട്ടുണ്ട്. അതുവഴി മനസ്സിലും ഭവനത്തിലും ഈശ്വരാരാധന ആവശ്യമാണെന്നും അതുവഴി മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ലഭിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. ഭഗവാൻ അരുളിയ ലക്ഷ്യങ്ങളിൽ ഏറ്റവും ബലവത്തും ശക്തിയും ഊർജവും കലർന്ന ലക്ഷ്യമാണ് സംഘടന. സംഘടന കൊണ്ട് ശക്തരാകുവാൻ അരുളി ചെയ്ത ഭഗവാൻ നമ്മളിലെ ജാതി, മതം, വർണ്ണം, വർഗം എന്നിങ്ങനെയുള്ള വിവേചനങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഒരുമയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഈ 4 ലക്ഷ്യങ്ങൾ നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. ഇവ നമ്മൾക്ക് ആവശ്യമായ ലക്ഷ്യങ്ങൾ തന്നെയാണ്. എങ്കിൽ അടുത്ത 4 ലക്ഷ്യങ്ങൾ സമൂഹത്തിന് ആവശ്യമായ ലക്ഷ്യങ്ങളാണ്. കൃഷി. ജീവരാശിയുടെ നട്ടെല്ല് തന്നെ കൃഷിയാണ്. കൃഷി ചെയ്താൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട് കച്ചവടം വേണം, കൈത്തൊഴിൽ വേണം. ഇതിന്റെ എല്ലാം പുരോഗതിക്കായി ശാസ്ത്ര സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ഒരു മാനവരാശിയുടെ ജീവിതത്തിലും സമൂഹത്തിലും ആവശ്യമായ ലക്ഷ്യങ്ങൾ ോടുകൂടിയുള്ള ഒരു തീർത്ഥാടനം അഥവാ ഭഗവാൻ അനുഗ്രഹിച്ചരുളിയ ഒരു തീർത്ഥാടനം തന്നെയാണ് സ്വർഗമായ ശിവഗിരി തീർത്ഥാടനം. നമ്മൾക്ക് വളരെ അഹങ്കാരത്തോടും അഭിമാനത്തോടും കൂടി ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എന്ന് പറയുന്നത്. അതുപോലൊരു തീർത്ഥാടന കേന്ദ്രം ലോകത്തിൽ എവിടെയും കാണാൻ കഴിയില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.